അയ്യോ എടാ പ്രകാശ, ഇതെന്തോന്ന് ഡ്രസ്സാടാ മക്കളെ? കൊച്ചു പിള്ളേരിടുന്നത് പോലെ പുള്ളിയും പൊട്ടും ഒക്കെയുള്ള ഡ്രസ്സ്. നീ അങ്ങ് സിമ്പിളനായി പോയല്ലോടാ. അതെ അമ്മേ, ഈ ഡ്രസ്സൊക്കെ കാർത്തിക മോള് വാങ്ങിച്ചു തന്നതാ. ആണോടാ മക്കളെ? എന്തായാലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട അമ്മയ്ക്ക്. അങ്ങനെ നമ്മുടെ പ്രകാശൻ കൊച്ചു കുട്ടികളിടുന്ന പോലെയുള്ള പുള്ളിയും പൊട്ടും പോരും ഒക്കെയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പ്രകാശനുണ്ടല്ലോ, നമ്മുടെ കാർത്തിക മേടിച്ചു കൊടുത്ത ഡ്രസ്സുകൾ ഓരോന്നായിട്ട് ഇടുകയാണ്. ഒടുവിൽ നമ്മുടെ പ്രകാശനൊരു ഒരു നീലയിൽ പുള്ളിയൊക്കെ ഉള്ള ഒരു ഉടുപ്പെടുത്തിടുകയാണ്. അത് പ്രകാശന് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ പ്രകാശൻ ആ ഉടുപ്പിട്ടിട്ട് പല രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്ന സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുത്തിട്ട് നേരെ നമ്മുടെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അത് നോക്കുകയാണ്. നോക്കുമ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വന്ന് കയറുകയാണ് പ്രകാശിൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ. അപ്പോൾ പ്രകാശിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി ഓർക്കുകയാണ്, ലക്ഷ്മിയുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ലക്ഷ്മി ഓർക്കുകയാണ്. നമ്മുടെ പ്രകാശൻ നമ്മുടെ ലക്ഷ്മി പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്ന സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്ന ചില വാക്കുകൾ. അയ്യോ ലക്ഷ്മി, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാം, ഇതൊരു പെൺകുഞ്ഞാണ്. എന്തായാലും അമ്മ പറഞ്ഞിട്ടുണ്ട്, പെൺകുഞ്ഞിനെ പ്രസവിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ലക്ഷ്മി, അതുകൊണ്ട് നമുക്കിതിനെ വേണ്ടാന്ന് വെക്കാം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അത് ഓർക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ദേഷ്യം കയറി തിളച്ച് മറിയുകയാണ്. പക്ഷേ ലക്ഷ്മി അത് പുറമെ കാണിക്കുന്നില്ല. ലക്ഷ്മി അവിടെ ഇരുന്നിട്ട് പ്രകാശനെ ഒന്ന് സുഖിപ്പിക്കത്തക്ക രീതിയിൽ ഒരു മെസ്സേജ് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പ്രകാശിൻ്റെ ഫോണിൽ ട്രിങ് ട്രിങ് മെസ്സേജ് കയറി വരികയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, കണ്ടാൽ 3 കുട്ടികളുടെ അച്ഛനാണെന്നൊന്നും പറയില്ല, സുന്ദരനായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അത് കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രകാശൻ ഉടനെ തന്നെ കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പാട്ട് പാടുകയാണ്. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം ചുണ്ടിൽ രാഗം നൽകി, രാഗം മൂളാനീണം നൽകി. ആ പാട്ട് ഇങ്ങനെ പാടിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കയറി വരികയാണ് നമ്മുടെ മൂങ്ങ വന്ന പാടി വാതിലിൻ്റെ അവിടെ ഇത് കണ്ടിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇവനിത് എന്താ പറ്റിയത്? എടാ പ്രകാശ, എന്താടാ മക്കളെ ഇത്? അപ്പോൾ ഉടനെ പ്രകാശൻ ഇങ്ങനെ അമ്മയെ കാണുമ്പോൾ ഉടനെ അങ്ങ് ചമ്മി പോവുകയാണ് നമ്മുടെ പ്രകാശൻ. ഉടനെ തന്നെ മൂങ്ങ ചോദിക്കണം, നിനക്കെന്താടാ മക്കളെ, വട്ടായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രകാശൻ ഉടനെ ചമ്മി ഉടനെ തന്നെ പ്രകാശൻ പോയി കട്ടിലിൽ പോയി ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, എടാ മക്കളെ, ഇതെന്തടാ പുള്ളിയും പോരും ഒക്കെ ഉള്ള ഉടുപ്പ്? ഇതെന്തടാ, ഇതിൽ കൊച്ചു കുട്ടികളിടുന്ന ഉടുപ്പാണല്ലോടാ നീ ഇട്ടിരിക്കുന്നത്? ഉടനെ പ്രകാശം പറയാണ്, എൻ്റെ അമ്മേ, ഇത് കാർത്തിക മോള് മേടിച്ചു തന്നതാ അമ്മേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നത്? ഇതിട്ടിട്ട് നന്നായിട്ടില്ലേ? എടാ മക്കളെ, കൊള്ളാടാ മക്കളെ, നിന്നെ കണ്ടാലുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് വയസ്സ് കുറഞ്ഞേ തോന്നുള്ളൂ. അതാമ്മേ, ഇനി ഇത് മാത്രമല്ലമ്മേ, ഒരുപാട് മേടിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ടിട്ട് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ടേ അവർക്കങ്ങ് അയച്ചു കൊടുക്കണം. അവർക്കോ? ആർക്ക്? അത് പിന്നെ ആർക്കും അല്ല അമ്മേ. പിന്നെ നീയല്ലേ ഇപ്പം പറഞ്ഞത് ആർക്കും അയച്ചു കൊടുക്കണമെന്ന്. എൻ്റെ അമ്മേ, അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഞാൻ വഴിയെ അമ്മയോട് പറയാം. എന്തൊക്കെയോ നീ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോടാ പ്രകാശ. അതെ, അതൊക്കെ ഉണ്ടമ്മേ. ഇപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ടമ്മേ? എടാ മക്കളെ, നിന്നെ കണ്ടാലുണ്ടല്ലോ നല്ല സിമ്പിളനെ പോലുണ്ട്. അമ്മ പറഞ്ഞ് കേൾക്കുന്നതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ എന്താ അമ്മയുള്ളത്? എടാ മോനെ, നിൻ്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മോനെ. നിൻ്റെ മുഖം ഇത്രയും തെളിഞ്ഞമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ എനിക്ക് സമാധാനമായിടാ മക്കളെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മൂങ്ങ. എന്നിട്ട് അപ്പോൾ നമ്മുടെ പ്രകാശം പറയണ, അപ്പോൾ എന്നെ കാണാൻ ഇപ്പം നന്നായിട്ടില്ലേ അമ്മേ? പിന്നെ ഇല്ലാതെടാ മക്കളെ, പിന്നെ നന്നാവാതിരിക്കുന്നത് എങ്ങനെയാ? അമ്മാതിരി ഭക്ഷണമല്ലേ കഴിക്കുന്നത്, തിന്നാനില്ലേ ഇവിടെ? എന്ത് നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ എന്നെ പ്രകാശം പറയണേ, അമ്മേ വെറുതെ ആവശ്യമില്ലാത്തത് പറയാതെ, ഞാനിപ്പോൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറേ ഇല്ല. ഞാൻ ആകെ കഴിക്കുന്നത് ഫ്രൂട്ട്സും നട്ട്സും മാത്രമാണ്. അത് ശരിയാടാ മക്കളെ, അത് ശരിയാ. അതിൻ്റെതാ ഈ കാണുന്ന തിളക്കമൊക്കെ. നിന്നെ കണ്ടാലേടാ 2 അറ്റാക്ക് വന്നതാണെന്ന് പറയേ ഇല്ല.
ഇടയ്ക്ക് വെച്ച് നിൻ്റെ മുഖം കണ്ടാലുണ്ടല്ലോ ആകെ ക്ഷീണിച്ച് ശോഷിച്ച് ആകെ നാശമായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നന്നായിട്ടുണ്ട്. ഇപ്പം നിന്നെ കണ്ടാലുണ്ടല്ലോ എൻ്റെ മോനാണെന്നൊക്കെ പറയും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മൂങ്ങ. അപ്പോൾ പ്രകാശം പറയണ, അങ്ങനെയൊക്കെ വേണം അമ്മേ, ഇനി കുറച്ച് നാൾ കഴിയട്ടെ, ഇപ്പോഴുള്ള ഈ ലുക്കൊക്കെ കുറേ അങ്ങ് മാറും അമ്മേ, നമ്മുടെ ജീവിതത്തിൽ പുതിയ അതിഥികളൊക്കെ വരാൻ പോകുകയല്ലേ. അതിഥികളോ? ആരുടെ കാര്യമാണ് പ്രകാശ നീ പറയുന്നത്? അമ്മേ, ഇനിയിപ്പോൾ പുതിയ വീട് വെക്കുകയല്ലേ മോളുടെ, അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറുമല്ലോ, അപ്പോൾ അതിഥികളൊക്കെ വരുമല്ലോ. ഏതതിഥിയുടെ കാര്യമാണ് നീ പറയുന്നത്? അല്ലമ്മേ, കാർത്തിക മോളുടെ ബന്ധുക്കളൊക്കെ വരുന്ന കാര്യമാണ് പറയുന്നത്. അതിന് കാർത്തിക മോൾക്ക് ബന്ധുക്കളാരും ഇല്ലല്ലോടാ പ്രകാശ. അതിനാകെ ഒരു അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഇനി അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവൊന്നും ഇല്ലാണ്ട് നിൽക്കുകയല്ലേ, ഇനി ചിലപ്പോൾ അവരായിരിക്കും കേട്ടോ വരുന്നത്. എനിക്കറിയില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അമ്മയും മോനും. അപ്പോൾ എന്നിട്ട് പ്രകാശം പറയണ, അമ്മേ എന്തായാലും ദേ ഈ തിളക്കമൊക്കെ വച്ചിട്ടുണ്ടല്ലോ, എനിക്കില്ല, അതുങ്ങളെ മുന്നിൽ പോയിന്ന് നിൽക്കണം. ആരുടെ കാര്യമാടാ പ്രകാശ? അവളില്ലേ ആ കല്യാണിയും കിരണും, അവരുടെ മുന്നിൽ പോയി നമുക്ക് ഞെളിഞ്ഞ് നിൽക്കണം അമ്മേ. അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. നമ്മളിങ്ങനെ ഇത്രയും സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യമുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ മൂങ്ങ പറയണം, അതേടാ മക്കളെ, അതിൻ്റെയൊക്കെ അത് വേണം മോനെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം പ്രകാശം പറയണം, അമ്മേ, നമ്മുടെ മോനില്ലേ വിക്രം, അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളമ്മേ. ഞാൻ മാത്രം ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലമ്മേ. അവന് ഒരു നല്ല പറ്റിയൊരു ബന്ധം കണ്ടുപിടിക്കണം, എന്നിട്ട് അവന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ മൂങ്ങ പറയണം, അതേടാ മക്കളെ, ഇപ്പോൾ കാർത്തിക മോള് ഒരു വീടൊക്കെ എന്തായാലും വച്ച് തരാതിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പെണ്ണിനെ തന്നെ നമുക്ക് വിക്രത്തിന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പ്രകാശം നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് പോവുകയാണ്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി, പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. അപ്പം ഇങ്ങനെ മൂങ്ങ അന്തം വിട്ടിരിക്കണേ, ഇതെന്താ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് മൂങ്ങ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ കിരണും കല്യാണിയാണ് കാണിക്കുന്നത്. അവർ റെസ്റ്റോറൻറ്റിലാണ്, അവർ ഐസ്ക്രീം കഴിക്കുകയാണ്. അങ്ങനെ കിരൺ കല്യാണിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു, തിരിച്ചും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കല്യാണി പറയണം, കിരണേട്ടാ ശരിക്ക് പറയുകയാണെങ്കിലുണ്ടല്ലോ എനിക്ക് പോകാനുള്ള മനസ്സേ ഇല്ല. സത്യം പറഞ്ഞാൽ കിരണേട്ടനെയും കുഞ്ഞിനെയും വിട്ടിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ കിരൺ പറയണം, അങ്ങനെ പറയല്ലേ കല്യാണി, ഇപ്പോൾ കിട്ടിയ ഈ ഒരു അംഗീകാരം ഉണ്ടല്ലോ, ഇത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് നീ മിസ്സാക്കി കളയരുതേ. നിന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കല്യാണി പറയണം, കിരണേട്ട ഞാനിവിടെ ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ കിരണേട്ടന് കുഞ്ഞും അമ്മയും ബന്ധുക്കളും എല്ലാവരും തൊട്ടടുത്തില്ലേ. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കും. അല്ല കല്യാണി, ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്തിരിയെങ്കിലും ആവുമായിരുന്നെങ്കിൽ ഞാൻ നിനക്കൊപ്പം വരില്ലായിരുന്നോ? പക്ഷേ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്ന ആ ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ അത് കോടികളുടെ ഒരു ബിസിനസ്സായിരുന്നു. അപ്പോൾ കല്യാണി പറയണത്, കിരണേട്ട അതിനെപ്പറ്റി ചൊല്ലിയിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ മറ്റ് ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയെ അപേക്ഷിച്ച് നോക്കിയാലും നമ്മുടേതാണ് മിച്ചം എന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് ഏത് വർക്കും നമ്മളുടെ അടുത്ത് വരുന്നത് നമുക്ക് തന്നിട്ടേ പോകത്തുള്ളൂ. അത് മറ്റാരും തട്ടിയെടുക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ ഇരുന്നാണെങ്കിലും കല്യാണി, നീ അവിടെ നല്ല രീതിയിൽ അവിടെ അവാർഡൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുകയാണ്, സാരമില്ല കിരണേട്ട, എനിക്ക് കിരണേട്ടനെയും കുഞ്ഞിനെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോഴുള്ള വിഷമമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ കിരൺ പറയണ, അതൊന്നും കാര്യമാക്കേണ്ട കല്യാണി, ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ഈ ഒരു അകന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതെന്താ കിരണേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, എന്നാലല്ലേ നമുക്ക് പ്രണയിക്കുന്നവരുടെ ആ ഒരു വിരഹവേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുക്കുകയാണ്. കല്യാണി വാ തുറക്കുമ്പോൾ കിരൺ ഇങ്ങനെ സ്പൂൺ മാറ്റുകയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ അതങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
കാർത്തികയും അമ്മയുമാണ്. നമ്മുടെ പ്രകാശൻ എടുത്തു കൊടുത്ത ആ സെൽഫി ഫോട്ടോകളെല്ലാം കാണിക്കുകയാണ്, നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് നമ്മുടെ അമ്മ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് കാർത്തിക പറയണ, അയാളുടെ ആഗ്രഹങ്ങളൊക്കെ വാനോളം ഉയരട്ടെ അമ്മേ, ഉയരട്ടെ. ഇനിയും ഞാൻ ഇതുപോലെ ധാരാളം ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കും. അതൊക്കെ ഇട്ട് അയാൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ അമ്മയ്ക്ക് അയച്ചു തരും. അതുകൊണ്ടേ അമ്മയ്ക്ക് ചുമ്മാതിരുന്ന് ഫോട്ടോ കണ്ടിരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അയാളും അയാളുടെ അമ്മയും ഉണ്ടല്ലോ, ഒരുപാട് സ്വപ്നം കാണട്ടെ, അങ്ങനെ കയറി പോരട്ടെ, അതിനുശേഷം നമുക്ക് വലിച്ചങ്ങ് താഴെ ഇടാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയണ, അതേ മോളെ, ആ ദുഷ്ടനുണ്ടല്ലോ, സ്ത്രീ വിരോധിയായ ആ ദുഷ്ടൻ എന്നെ എന്തോരം മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നീ ജനിച്ച സമയം തൊട്ട് നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞ് നിരന്തരം എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കിടന്നുറങ്ങിയ നിന്നെ എടുത്തുകൊണ്ട് പോയി ഓടയിൽ ഉപേക്ഷിച്ചത് എനിക്ക് ഇന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല മോളെ. അതെ അമ്മേ, അമ്മ പറഞ്ഞു തന്ന് ഇതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അയാളോട് ക്ഷമിക്കില്ല അമ്മേ. അമ്മ അനുഭവിച്ച ഓരോ വേദനയ്ക്കും നമുക്ക് പകരം ചോദിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ കാർത്തിക പറയണം, അമ്മേ, ആ വിക്രം എന്ന് പറയുന്ന അവനില്ലേ, അവനുണ്ടല്ലോ, അവന് കൊടുക്കേണ്ട ശിക്ഷയെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തെ ശിക്ഷ അവന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അവൻ്റെ അച്ഛനിപ്പോൾ അമ്മയെ സ്വപ്നം കണ്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ അവന് സ്വപ്നം കാണട്ടെ, അവനും പറ്റിയൊരു ബന്ധം കണ്ടുപിടിക്കണം. എന്നിട്ട് അവനെ കെട്ടിയിടാനായിട്ട് നോക്കണം. എന്ന് വെച്ചാൽ വിവാഹം നടത്തരുത്, പക്ഷേ നേരത്തെ ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്ന 1-2 പേരുണ്ടല്ലോ, അതായത് ശരണ്യയും അതുപോലെ തന്നെ ഒരു ഡോക്ടർ സ്വാതി, അവരെ പോലുള്ള ഒരാളെ ഇറക്കണം. എന്നിട്ട് അവനെ വിവാഹ സ്വപ്നം കാണിക്കണം. എന്നിട്ട് അവരിൽ നിന്ന് ഏറ്റതിൻ്റെ അപ്പുറം ഒരു ആഘാതത്തിലേക്ക് അവനെ കൊണ്ടു തള്ളിയിടണം. അതാണ് ചെയ്യേണ്ടത്. അച്ഛനും മോനും പരസ്പരം സ്വപ്നം കണ്ട് നടക്കട്ടെ അമ്മേ എന്നിങ്ങനെ പറയണം. അമ്മ പറ്റുന്ന രീതിയിലൊക്കെ അവൻ്റെ അച്ഛനെ ഉണ്ടല്ലോ, അതായത് പ്രകാശനെ പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷിപ്പിക്കണം, മെസ്സേജ് വഴി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ അയക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി പറയണം, അതേ മോളെ, ഞാൻ അവനെ കുളിർ കോരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഞാൻ അയക്കുന്നുണ്ട്, അവനങ്ങനെ സന്തോഷിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ കാർത്തികയോട് ചോദിക്കുകയാണ്, അമ്മ ചോദിക്കുകയാണ്, ഇനി എന്താ നിൻ്റെ മുന്നോട്ടുള്ള നീക്കം? അമ്മേ, ഞാനിപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണം എന്നാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയോ? അതെ അമ്മേ, ഇപ്പോൾ RS കൺസ്ട്രക്ഷനല്ലേ ഇവിടുത്തെ ഏറ്റവും മികച്ചത്. ഇയാൾ വിചാരിക്കണം, അതായത് പ്രകാശം വിചാരിക്കണം, നമ്മൾ അവരെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എതിരെയാണ് പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നതെന്ന്. എന്നാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല തുടങ്ങുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള നമ്മളുടെ വീടിൻ്റെ പണി നടത്തുന്നത് ഇപ്പോൾ കിരണിൻ്റെയും കല്യാണിയുടെയും കമ്പനി അല്ല, ഇപ്പോൾ മറ്റൊരു കമ്പനിയാണ് നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രകാശനും മോനും കൂടിയാണ് അതിപ്പോൾ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മിക്ക പണികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ MD ആയിട്ട് വിക്രത്തെയാണ് നിയമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിക്രമിൻ്റെ അച്ഛനും കൂടി, കാരണം അവരുടേതാവുമല്ലേ ആ കമ്പനി, അപ്പോൾ അവർ രണ്ടുപേരും അവരെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ അവരവിടെ പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ 10 പൈസ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കില്ല. പകരം നമ്മൾ കൊടുക്കുന്നത് എന്താ? ഭക്ഷണം മാത്രം കൊടുക്കും. അങ്ങനെ 1 വർഷം വരെ അവർ കഷ്ടപ്പെടട്ടെ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, 1 വർഷത്തെ എഗ്രിമെൻറ്റിലായിരിക്കും നമ്മളിത് ചെയ്യുക. പക്ഷേ ശമ്പളമൊന്നും കൊടുക്കില്ല. പകരം നമ്മൾ അവരോട് പറയുന്നത് ഷെയർ കൊടുക്കാമെന്നാണ്. 1 കോടി രൂപ ബിസിനസ് ലഭിക്കുമ്പോഴത്തേക്ക്, ലാഭം ലഭിക്കുമ്പോഴത്തേക്ക് അതിൽ 50 ലക്ഷം രൂപ അവർക്ക്. ആ ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും നമ്മൾ വെക്കുന്നത് 1 വർഷത്തേക്ക്. പക്ഷേ 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഈ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ അറിഞ്ഞിട്ട് അവർ അടിച്ച് പിരിന്ന് പോവും. അപ്പോൾ പിന്നെ ഒന്നും കൊടുക്കേണ്ടി വരില്ല. അത്രയും നാൾ നമ്മൾ ഇവരെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ വിക്രം എന്ന് പറയുന്നവനുണ്ടല്ലോ, ശരീരം അനങ്ങി ഒന്നും ചെയ്യുന്നവനല്ല. അവൻ്റെ പിത്തമൊക്കെ ഒന്ന് ഇളകട്ടെ, അച്ഛനും മോനും നന്നായിട്ട് കിടന്നങ്ങ് കഷ്ടപ്പെടട്ടെ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അമ്മ പറയുകയാണ്, നമ്മുടെ ലക്ഷ്മി പറയാണ്, മോളെ, അവരെ 2 പേരെയും മാത്രം ശിക്ഷിച്ചാൽ പോരാ, അവരെ ഇല്ലേ, ആ സ്ത്രീയെ, നിൻ്റെ അമ്മൂമ്മ എന്ന് പറയുന്നവരെ, അവരെയും വെറുതെ വിടരുത്. അവരുണ്ടല്ലോ എന്നെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ ഗർഭിണിയായിരുന്ന സമയത്തുണ്ടല്ലോ,
നീ പെൺകുഞ്ഞാണെന്ന് വയറ്റാട്ടി പറഞ്ഞറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ എന്നെ ഏതെല്ലാം രീതിയിൽ അവർ ദ്രോഹിച്ചെന്നറിയാമോ? ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട് മോളെ. ഇങ്ങനെ ഒരു അമ്മായിയമ്മ ലോകത്ത് ആർക്കും കിട്ടരുതേ എന്ന്. അവരെന്നെ നിരന്തരം നിന്നെ ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനത് കേൾക്കാതിരുന്നപ്പോഴത്തേക്ക് ഒരു വീട്ടിലുള്ള പണികൾ മുഴുവനും എന്നെക്കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഒടുവിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നീ എനിക്ക് നഷ്ടപ്പെടുന്ന വരെ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വയറുവേദനയും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം തീർന്നില്ല. ബാത്റൂമിനകത്ത് സോപ്പ് വെള്ളം കലക്കി ഒഴിക്കുമായിരുന്നു എന്നെ തള്ളിയിടാനായിട്ട്. അതുപോലെ തന്നെ നിലത്ത് എണ്ണ ഒഴിച്ചും പലതവണ എന്നെ തള്ളിയിട്ടിട്ടുമുണ്ട്. പക്ഷേ ദൈവമായിട്ട് എനിക്ക് നിന്നെ തിരിച്ച് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാർത്തികയല്ല, നമ്മുടെ ലക്ഷ്മി. എന്നിട്ട് ലക്ഷ്മി പറയണം, അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടരുത് മോളെ. അപ്പോൾ ഉടനെ തന്നെ കാർത്തിക പറയണേ, അമ്മേ അവർക്ക് വേണ്ടുന്ന ശിക്ഷ ഞാൻ ഇപ്പം തന്നെ കൊടുത്തോണ്ടേ ഇരിക്കുകയല്ലേ. നമ്മുടെ കാർത്തിക ഫുഡ് പ്രോഡക്ട്സിൻ്റെ മുഴുവനും മേൽനോട്ടം അവർക്കല്ലേ. അച്ചാറിൻ്റെയും ബാക്കിയുള്ള സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മേൽനോട്ടം എന്ന് പറഞ്ഞെങ്കിലും എല്ലാം കണ്ടും കേട്ട് അവർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ 10 പൈസ നമ്മൾ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെച്ചം. അതുകൊണ്ടേ അവരെല്ലാവരും ഒന്ന് പഠിക്കട്ടെ അമ്മ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കാർത്തിക പറയുകയാണ്, അമ്മേ എന്തായാലും ഇവരെ നമുക്ക് വലിച്ച് താഴെയിടണം. പെണ്ണിന് ഒരു വിലയും കൊടുക്കാത്ത ഇവർ അറിയണം, പെണ്ണിൻ്റെ തണലിലാണ് ഇവർ അവസാനം വരെ ഇത്രയും നാളും ജീവിച്ചതെന്ന് ഇവർ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു നാണക്കേടും വേദനയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ കാർത്തിക അമ്മയോട് പറയാണ്, അമ്മ ഇനി നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക അമ്മയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറാണ്. മനോഹർ ഇങ്ങനെ ഒരുങ്ങുകയാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട്. നിഷയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിഷ നല്ല വിഷമത്തിലാണ്, മനോഹർ പോകുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ നിഷ പറയുകയാണ്, മനോഹറിൻ്റെ അടുത്ത് പറയുകയാണ്, റോണിയേട്ടൻ പോയിട്ട് റോണിയേട്ടൻ ഇനി എപ്പോഴാണ് കാണുന്നത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ പറയണം, മോളെ നിനക്ക് നന്നായിട്ട് അറിയാലോ, സത്യം പറഞ്ഞാൽ എൻ്റെ മാമൻ മരിച്ചതിൻ്റെ കുളി പോലും കഴിയാതെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അത് എനിക്ക് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും എനിക്കിനിയിപ്പോൾ അവിടേക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇനി ഞാൻ പോയാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. അയ്യോ റോണിയേട്ടാ, കുളി കഴിയുന്നത് വരെ അയ്യോ അതിന് ഒരുപാട് ദിവസം ഉണ്ടല്ലോ. ഞാനും വരാം റോണിയേട്ടാ. അയ്യോ മോളു നീ വന്നാൽ ശരിയാവില്ല കേട്ടോ. അതെന്താ അങ്ങനെ? അതെ, ബന്ധുക്കൾക്കൊന്നും അറിയില്ലല്ലോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ അവരുണ്ടല്ലോ, അവരെല്ലാവരും എന്നെ തള്ളിപ്പറയും. കാരണം എൻ്റെ മാമൻ മരിച്ച ആ ഒരു സമയത്ത് തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടേ. അതുകൊണ്ടേ മോള് വരണ്ട. അതിനെന്താ റോണിയേട്ടാ, ഞാനും കൂടി വരാം. നീ കൂടി വന്നാലുണ്ടല്ലോ മോളു, നിൻ്റെ മുന്നിലിട്ട് അവരൊക്കെ എന്നെ വായി തോന്നുന്നത് അത്രയും പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിനക്ക് വിഷമാവില്ലേ? അത് കുഴപ്പമില്ല, എനിക്ക് സാഹചര്യം എന്താണെന്ന് അറിയാമല്ലോ. അയ്യോ എന്നാലും അത് വേണ്ട മോളൂ. നീ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് പിന്നെ നിനക്കൊപ്പം ഇരിക്കാനൊന്നും പറ്റില്ല. എനിക്കിങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. കറങ്ങി നടക്കാനോ? അങ്ങനെയല്ല. എനിക്ക് പിന്നെ നീ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിനക്കൊപ്പം ഇരിക്കാനൊന്നും പറ്റില്ല. അവിടെ ഒരുപാട് ജോലി കാണും, മരണ വീടല്ലേ. അപ്പോൾ പല ആവശ്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവേണ്ടി വരും. അപ്പോൾ പിന്നെ നിൻ്റെ അടുത്ത് ആരും വലിയ അടുപ്പമൊന്നും കാണിക്കില്ല. അപ്പോൾ പിന്നെ നിനക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാൽ എനിക്ക് കൊണ്ടുവരാനും പറ്റില്ല. അതുകൊണ്ടാ മോളൂ. അപ്പോൾ ഉടനെ എന്നെ നിഷ പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്നും വീഡിയോ കോളിൽ വരുമോ? അപ്പോൾ ഉടനെ മനോഹർ പറയണ, അത് പിന്നെ എങ്ങനെയാ? അതങ്ങനെ വീഡിയോ കോളിലൊന്നും വരാൻ പറ്റത്തില്ല. അതെന്താ? അതെ, അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ അവിടെ ഒരുപാട് ആളുകൾ കാണും. മറ്റേത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സമ്മാനം കാണുമെന്ന് പറഞ്ഞ ആളുകളെല്ലാം എന്നെ അങ്ങ് പൊതിയുമ്പോളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നിനും പറ്റൂല, അവിടെ അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ പറയണം, എന്നാൽ എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യോ? അത് പിന്നെ വിളിക്കാനായിട്ട് ഞാൻ നോക്കാം, പറ്റുമെങ്കിൽ വിളിക്കാം എന്ന് കരുതി വിളിച്ചില്ലെന്ന് പറഞ്ഞ് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ എന്തായാലും അമ്മാവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം. കുളിയോ? സഞ്ജയന് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്? സഞ്ജയനെ അല്ല മോളെ, കുളി കഴിയട്ടെ, അതിന് അമ്മച്ചി ഞാൻ വരും. നീ ധൈര്യമായിട്ടിരിക്കുക, നീ മനസ്സമാധാനമായിട്ടിരിക്കേ. മോൾ എന്നെ വിളിക്കാനായിട്ടൊന്നും നോക്കണ്ട കേട്ടോ. കാരണം അവിടെ ആളും പേരും ബഹളമൊക്കെ ആകുമ്പോഴേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്നുള്ളത് ചിലർക്കൊന്നും അറിഞ്ഞാൽ ദഹിക്കില്ല. കാരണം ഇപ്പോൾ പുല കിടന്ന സമയത്താണല്ലോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അത് പിന്നെ റോണിയേട്ടൻ്റെ കൂടെ അമ്പലത്തിൽ പോലും എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ റോണിയേട്ട. അത് പിന്നെ എങ്ങനെ മോളെ, പുല കിടക്കുകയല്ലേ, അതുകൊണ്ട് പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന റോണിയേട്ട?
ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ റോണിയേട്ടനെ ഒന്ന് കാണുക? ആ, അതൊക്കെ കാണാം മോളെ. മോളൊന്ന് സമാധാനപ്പെടുക. ഞാൻ പോയിട്ട് ഞാൻ മോളൊരു സൗകര്യം പോലെ മെസ്സേജ് അയക്കാം. അപ്പോൾ മോള് മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ. ആ, അത് ശരി റോണിയേട്ടാ. എന്നിട്ട് നമ്മുടെ എന്താണ്, നിഷ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ നിഷയെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഉടനെ നമ്മുടെ മനോഹർ ആലോചിക്കുകയാണ്. മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓ എങ്ങനെയെങ്കിലും ഇവളടുത്തുനിന്ന് ഇനിയിപ്പോൾ മുങ്ങണമല്ലോ. ഇനിയിപ്പോൾ ചെല്ലുന്നത് വയറ്റിലൊരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരുത്തീരെ അടുത്താണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി എന്തരാവോ എന്തോ എന്നും പറഞ്ഞിട്ടിങ്ങനെ എന്താണ് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ് ആലോചിച്ചുകൊണ്ട്. അങ്ങനെ എപ്പിസോഡ് തീരാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു, ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.